Dear students, welcome to the class of Fluid Mechanics and Hydraulics. In this class, we will discuss the topics flow over broad-crusted weir, flow over submerged weir or drowned weir, then problems. First topic, flow over broad-crusted weir. If the thickness of weir crust is less than half the head on the weir is called narrow-crusted weir. വിയേഴ്സിന് നാരോ ക്രസ്റ്റഡ് വിയർ എന്നും ബ്രോഡ് ക്രസ്റ്റഡ് വിയർ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്നത് നാരോ ക്രസ്റ്റഡ് വിയർ ആണ്. ഇതിനെപ്പോഴാണ് നാരോ ക്രസ്റ്റഡ് വിയർ എന്ന് പറയുന്നത്? ഇതിൻ്റെ തിക്നെസ്, വിയർ ക്രസ്റ്റിൻ്റെ തിക്നെസ് ഈ ഒരു ഡയമെൻഷനാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു തിക്നെസ് അത് ലെസ് ദാൻ ഹാഫ് ദി ഹെഡ്. ഇതാണ് ഹെഡ് ഓവർ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2 അല്ലെങ്കിൽ 0.5 ഇതിൻ്റെ തിക്നെസ് ഈ ഒരു ഡയമെൻഷനിലാണ് തിക്നെസ് എന്ന് പറയുന്നത്. തിക്നെസ് ലെസ് ദാൻ 0.5 ആണെങ്കിൽ അതിന് നാരോ ക്രസ്റ്റഡ് വിയർ എന്ന് പറയും. ഇനി ബ്രോഡ് ക്രസ്റ്റഡ് വിയർ, ഇതാണ് തിക്നെസ് വരുന്നത്. ആ തിക്നെസ് എന്താണ്? ഗ്രേറ്റർ ദാൻ 0.5 ആവുന്ന സമയത്ത് അതിന് ബ്രോഡ് ക്രസ്റ്റഡ് വിയർ എന്ന് പറയും. അതായത് ഇഫ് ദി തിക്നെസ് ഓഫ് വിയർ ക്രസ്റ്റ് ഈസ് മോർ ദാൻ ഹാഫ് ദി ഹെഡ് ഓൺ ദി ദ വിയർ ഈസ് കോൾഡ് ബ്രോഡ് ക്രസ്റ്റഡ് വിയർ. ഇതാണ് ക്രസ്റ്റിൻ്റെ തിക്നെസ്. സെയിം തിക്നെസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ആ തിക്നെസ് ഗ്രേറ്റർ ദാൻ 0.5 ആവുന്ന സമയത്ത് അതിന് ബ്രോഡ് ക്രസ്റ്റഡ് വിയർ എന്ന് പറയും. എ ബ്രോഡ് ക്രസ്റ്റഡ് വിയർ ഹാസ് എ ബ്രോഡ് ക്രസ്റ്റ് ആൻഡ് ദ ഫ്ലോയിങ് വാട്ടർ ഹാസ് സർഫസ് കോണ്ടാക്ട് വിത്ത് ദി വിയർ ക്രസ്റ്റ്. ഈ ഒരു കേസിൽ ഇതൊരു സെക്ഷണൽ വ്യൂ ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. എന്തുണ്ട്, ഇത് ഈ ഒരു ഡയറക്ഷനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. മീൻസ് ഇതിന് ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വിയർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ ടോപ്പ് സർഫസിൽ എന്താണ്, വാട്ടറായിട്ട് ഫ്ലോയിങ് വാട്ടർ അവിടെ എന്താണ് ഒരു സർഫസ് കോണ്ടാക്റ്റാണ് മേക്ക് ചെയ്യുന്നത്. ഈ ഒരു കേസ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ ആണ്. ഈ ക്രസ്റ്റിന് എന്തുണ്ട്, ചെറിയൊരു ടാപ്പറിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? നാരോ ക്രസ്റ്റഡ് വിയറിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ ഒരു കേസിൽ ലൈൻ കോണ്ടാക്റ്റാണ്, ഫ്ലോയിങ് വാട്ടറും വിയർ ക്രസ്റ്റും തമ്മിൽ ലൈൻ കോണ്ടാക്റ്റാണ് ഉള്ളത്. മീൻസ് ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ടാവും. വിയർ എന്ന് പറഞ്ഞാൽ ലെങ്ത്, ഈ ഒരു ഡയറക്ഷനിൽ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ടാവും. ഫ്ലോയിങ് വാട്ടറുമായിട്ട് ഈ ഒരു പോയിൻ്റിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ലൈൻ, ആ ലൈൻ കോണ്ടാക്റ്റാണ് വരുന്നത്. നാരോ ക്രസ്റ്റഡ് വിയറിനും ഈ വിയർ ക്രസ്റ്റ് ചെറുതായതുകൊണ്ട്, വിയർ ക്രസ്റ്റിൻ്റെ തിക്നെസ് ചെറുതായതുകൊണ്ട് എന്താണ് അവിടെയും ഓൾമോസ്റ്റ് ലൈൻ കോണ്ടാക്റ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു കേസിലെന്ന് പറഞ്ഞാൽ അത് സർഫസ് കോണ്ടാക്റ്റാണ്. ഈ ഒരു ഫിഗർ ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ബ്രോഡ് ക്രസ്റ്റഡ് വിയർ ആണ്. ഇതാണ് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സൈഡ്, ഈ ഒരു ഫേസ് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ആ വിയറിൻ്റെ ഹൈറ്റായിട്ട് വരുന്നത്. ഇതാണ് ലെങ്ത് ഡയമെൻഷൻ എന്ന് പറയുന്നത്. മീൻസ് വരുന്ന വാട്ടർ ഇതാണ് അതിൻ്റെ വിയർ ക്രസ്റ്റ് വരിക. വിയർ ക്രസ്റ്റ് വരുന്ന വാട്ടർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. വാട്ടർ ഫ്ലോയിങ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. മീൻസ് ഈ ഒരു ഡയറക്ഷനിൽ വാട്ടർ വന്നിട്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. മീൻസ് എന്താ, ഈ ടോപ്പ് സർഫസ് അല്ലെങ്കിൽ നമ്മളെ വിയർ ക്രസ്റ്റ് അവിടെ എന്ത് കോണ്ടാക്റ്റാണ്? സർഫസ് കോണ്ടാക്റ്റാണ്. കാരണം ഇത്രയും ഏരിയയിൽ വാട്ടർ കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അവിടെ സർഫസ് കോണ്ടാക്റ്റാണ് മേക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് നാരോ ക്രസ്റ്റഡ് വിയർ ആവുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു ലൈനിൽ ഇത്രയും തിക്നെസ് അതിനുണ്ടാവില്ല. ജസ്റ്റ് ഒരു ലൈൻ കോണ്ടാക്റ്റ് മാത്രമേ വിയറുമായിട്ട് വരുന്നുള്ളൂ നാരോ ക്രസ്റ്റഡിൻ്റെ കേസിൽ. ബ്രോഡ് ക്രസ്റ്റഡിൽ അങ്ങനെയല്ല, ഇവിടെ ഒരു സർഫസ് കോണ്ടാക്റ്റാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷൻ നോക്കാം. ആദ്യം നൊട്ടേഷൻസ്. കൺസിഡർ ദ ഫ്ലോ ഓവർ എ ബ്രോഡ് ക്രസ്റ്റഡ് വിയർ. ലെറ്റ് H ഈസ് ഈക്വൽ ടു ഹെഡ് ഓഫ് വാട്ടർ എബോവ് ക്രസ്റ്റ് ഓഫ് വിയർ ഓൺ അപ്സ്ട്രീം. ഇതാണ് അപ്സ്ട്രീം സൈഡ്, ഇതാണ് അതിൻ്റെ ഡൗൺ സ്ട്രീം സൈഡ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ H എന്ന് പറയുന്നത് ഹെഡ് ഓവർ, ഇതാണ് ക്രസ്റ്റ് വരിക, ഹെഡ് ഓവർ ക്രസ്റ്റ് അപ്സ്ട്രീം സൈഡിൽ. ഇനി സ്മോൾ h എന്ന് പറയുന്നത് ഹെഡ് ഓഫ് വാട്ടർ അറ്റ് മിഡിൽ ഓഫ് ദി വെയറിൻ്റെ തിക്നെസ് ഈ ഒരു ഡയമെൻഷൻ്റെ നേരെ മിഡിൽ, ആ മിഡിലിലെ ഹെഡാണ് എന്ത് പറയുന്നത്, സ്മോൾ h ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ക്രസ്റ്റ്. ലെങ്ത് ഓഫ് ക്രസ്റ്റ് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനാണ് ലെങ്ത് പോകുന്നത്. ഓക്കെ, ഇതാണ് L വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ V വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് മിഡിൽ ഓഫ് ക്രസ്റ്റ്. ഈ ഒരു ലൊക്കേഷൻ, ഈ 2 എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ മിഡിലാണ് 2 എന്ന് പറഞ്ഞ പോയിൻ്റ് എടുത്തിരിക്കുന്നത്. അവിടെയുള്ള വെലോസിറ്റിയാണ് ക്യാപിറ്റൽ V വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അപ്ലൈയിങ് ബെർണോളിസ് ഇക്വേഷൻ ടു ഫ്രീ സർഫസ് ഓൺ ദി അപ്സ്ട്രീം സൈഡ് ആൻഡ് മിഡിൽ ഓഫ് ദി ക്രസ്റ്റ്. ഞാൻ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു.
2 പോയിൻ്റ്, ഒരു പോയിൻ്റ് ഇവിടെയും കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഒരു പോയിൻ്റ് ഇവിടെയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. 2 പോയിൻ്റ് ഫ്രീ സർഫസിലാണ് ഉള്ളത്, ടോപ്പ് സർഫസിലാണ്, വാട്ടറിൻ്റെ സർഫസിലാണ് വരുന്നത്. 1 എന്ന് പറയുന്നത് അപ്സ്ട്രീം സൈഡിലുള്ള പോയിൻ്റാണ്. 2 എന്ന് പറയുന്നത് വിയർ ക്രസ്റ്റിൻ്റെ മിഡിലുള്ള പോയിൻ്റാണ്. ഓക്കെ, ഈ ഒരു തിക്നെസ്സിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരുന്നത്, അത് മിഡിൽ, അവിടെയുള്ള പോയിൻ്റാണ് 2 എന്ന് പറയുന്നത്. ഇനി ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? P1/ρg plus V1² / 2g plus Z1 is equal to P2/ρg plus V2² / 2g plus Z2. ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡാറ്റം ലൈൻ വേണം. ഞാൻ കൺസിഡർ ചെയ്യുന്ന ഡാറ്റം ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്രസ്റ്റ്, വിയർ ക്രസ്റ്റാണ് ഡാറ്റം ലൈനായിട്ട് എടുത്തിരിക്കുന്നത്. ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്തിൻ്റെ ഡാറ്റം ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു വിയർ ക്രസ്റ്റ്. ഓക്കെ, ഇനി ഈ 1-ൽ ആക്ട് ചെയ്യുന്ന പ്രഷറും 2-ൽ ആക്ട് ചെയ്യുന്ന പ്രഷറും, ഫ്രീ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഞാൻ ഈ ഇക്വേഷൻ എന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് ഡാറ്റം പ്രഷറായിട്ട് എടുത്തിരിക്കുന്നത്, പ്രഷറിൻ്റെ ഡാറ്റമായിട്ട് എടുത്തിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. മീൻസ് നമ്മൾ ഗേജ് പ്രഷറാണ് ഇവിടെ, ഇത് എഴുതിയിരിക്കുന്ന ഗേജ് പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഗേജ് പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? അത് 0 ഗേജ് പ്രഷറാണ്. കാരണം ഗേജ് പ്രഷർ മീൻസ് എബോവ് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഞാൻ ഡാറ്റമായിട്ട് എടുത്തിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയതുകൊണ്ട് എന്തായിരിക്കും? P1 ഗേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. P2 ഗേജ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. ഓക്കെ, അന്നേരം P1/ρg P2/ρg 0. പിന്നെ 1-ലെ വെലോസിറ്റി അത് നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്സ്ട്രീം സൈഡിലെ വെലോസിറ്റി നെഗ്ലിജിബിൾ. പിന്നെ 2-ലെ വെലോസിറ്റി ഞാൻ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? ഡിനോട്ട് ചെയ്തിരിക്കുന്നത് V ആണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെയിലെ സെഡ് വാല്യൂ, സെഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റം, കൺസിഡർ ചെയ്യുന്ന ഡാറ്റത്തിൽ നിന്നില്ല ആ പോയിൻ്റ് ലൊക്കേഷനിലോട്ടുള്ള ഹൈറ്റ്, അതെന്താ വരുന്നത്? ഇവിടെ h ആണ്, 2-ലത് സ്മോൾ h ആണ്. അതായത് Z1 = h, Z2 = സ്മോൾ h. അങ്ങനെ ആവുന്ന സമയത്ത് ഇക്വേഷൻ 1, ഫസ്റ്റത്തെ ടേം 0, സെക്കൻഡ് ടേം 0, ഇവിടെ ക്യാപിറ്റൽ H, പിന്നെ 0 ഇവിടെ V2 പകരം V² / 2g, ഇവിടെ എന്തോന്നു? സ്മോൾ h. ഇക്വേഷനിൽ ചേഞ്ച് വരും. ഓക്കെ, ആ ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്താൽ V² / 2g = h - h, അല്ലെങ്കിൽ V = √2g × ക്യാപിറ്റൽ H - h. ഓക്കെ, ഇവിടുത്തെ വെലോസിറ്റി കിട്ടി. ഇനി ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലെ വെലോസിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ, ആക്ച്വൽ ഡിസ്ചാർജ് ആണെങ്കിൽ CD കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഏരിയ ഇൻറ്റു വെലോസിറ്റി തിയററ്റിക്കൽ ഡിസ്ചാർജ് തരും, ഇൻറ്റു CD എന്ന് പറഞ്ഞ സമയത്ത് ആക്ച്വൽ ഡിസ്ചാർജ് ആയി. ഓക്കെ, വെലോസിറ്റിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി ഏരിയ ഓഫ് ഫ്ലോ, ഏരിയ ഓഫ് ഫ്ലോ ഞാൻ ഇവിടുത്തെ വെലോസിറ്റി 2-ലെ വെലോസിറ്റിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. മീൻസ് അവിടുത്തെ ഏരിയ എന്തായിരിക്കും? ഇവിടെ ഞാൻ വാട്ടർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ 2 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ വരുന്ന വാട്ടറിൻ്റെ ആ ഒരു അറേഞ്ച്മെൻ്റ് അവിടെ കാണിച്ചിരിക്കുന്നത്. മീൻസ് ആ ഒരു ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് എന്തായിരിക്കും? 2-ലെ വാട്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഇവിടെ ഏരിയ ഓഫ് ഫ്ലോ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, 2-ൻ്റെ വാട്ടറിലെ ഹൈറ്റ് എന്ന് വെച്ചാൽ h ആണ്. ഈ ഒരു ഹൈറ്റ് ഡയറക്ഷൻ h വരും. പിന്നെ ലെങ്ത്ത് എന്താണ്? L ആണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏരിയ ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ ആ ഫ്ലോ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ഡയറക്ഷനായിട്ട് വരുന്ന ഏരിയ, ഇതാണ് ഫ്ലോ ഡയറക്ഷൻ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഏരിയ ആണ് എടുക്കേണ്ടത് എല്ലാ കേസിലും ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്ന സമയത്ത്. മീൻസ് ഇതിൻ്റെ വാല്യൂ എന്ത് വരും? L × h. ഓക്കെ, അതാണ് ഏരിയ ഓഫ് ഫ്ലോ വരുന്നത്. അല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ അങ്ങനെ വരും. Q = CD × L × h × √2g × h - h. ഇനി ഇതിൽ മാക്സിമം ഡിസ്ചാർജ്, അതിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു h-നെ റൂട്ടിൻ്റെ ഉള്ളിലോട്ട് എടുക്കുന്നത്, h-നെ റൂട്ടിൻ്റെ ഉള്ളിലോട്ട് എടുക്കുന്ന സമയത്ത് എന്താവും? h² ആവും, സ്മോൾ h². അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്ത് വരും? CD × L × √2g × h × h². ഇതിനെ അകത്തേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ h² × h h³. ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ A എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഡിസ്ചാർജ് എപ്പോഴാണ് മാക്സിമം ആവുക? ഈ ഒരു ടേം h × h² - h³. ഈ ഒരു ടേം മാക്സിമം ആവുന്ന സമയത്ത് ഡിസ്ചാർജ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡിഫറൻഷ്യൽ 0 ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. d/dh ഓഫ് h × h² - h³ = 0. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് h കോൺസ്റ്റൻറ്റ്, h² 2h, h³ 3h². ഒരു h ക്യാൻസൽ ചെയ്യുന്നു, ബാക്കി എന്തുണ്ട്? 2h = 3 × സ്മോൾ h, അല്ലെങ്കിൽ സ്മോൾ h = 2/3 × ക്യാപിറ്റൽ H. ഇനി മാക്സിമം ഡിസ്ചാർജ്, ഇത് Q മാക്സ് ആവുന്ന സമയത്ത് എന്തായിരിക്കണം? ഈ സ്മോൾ h-ൻ്റെ വാല്യൂ ഞാൻ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 2/3 × ക്യാപിറ്റൽ H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നാൽ അത് കിട്ടും? മാക്സിമം ഡിസ്ചാർജ് കിട്ടും. അതായത്
ക്യൂ മാക്സ് ഈസ് ഈക്വൽ സി ഡി ഇൻറ്റു എൽ ഇൻറ്റു റൂട്ട് 2g ഇൻറ്റു എച്ച് ഇൻറ്റു സ്മോൾ എച്ചിൻ്റെ സ്ഥാനത്ത് എന്ത് 2/3 ഇൻറ്റു എച്ച് പിന്നെ ഹോൾ സ്ക്വയർ മൈനസ് 2/3 ഇൻറ്റു എച്ചിൻ്റെ ഹോൾ ക്യൂബ്. ഓക്കെ, ഇതിന് 2 സ്ക്വയർ 4 3 സ്ക്വയർ 9 ഇൻറ്റു എച്ച് സ്ക്വയർ പിന്നെ 2 ക്യൂബ് 8 3 ക്യൂബ് 27 ഇൻറ്റു എച്ച് ക്യൂബ് പിന്നെന്താ എച്ച് ഇൻറ്റു എച്ച് സ്ക്വയർ എന്തായി എച്ച് ക്യൂബായി. പിന്നെ എച്ച് ക്യൂബ് കോമൺ ആണ്, ബാക്കി എന്ത് ചെയ്യും എച്ച് ക്യൂബ് കോമൺ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 4/9 മൈനസ് 8/27 സോൾവ് ചെയ്യുന്നത്. ഈ ഒരു ടേമിന് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും 4/27 കിട്ടും. പിന്നെ ഇതിൽ വരുന്ന കോൺസ്റ്റൻസ് ഇപ്പം സി ഡി ഇൻറ്റു എൽ ഇൻറ്റു റൂട്ട് ജീൻ്റെ സ്ഥാനത്ത് 9.8 വന്നു. പിന്നെ റൂട്ട് ഓഫ് 4/27 ഈ ഒരു വാല്യൂ കിട്ടി. എന്ത് കിട്ടും കോൺസ്റ്റൻ്റൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ 1.07 ഇൻറ്റു സി ഡി ഇൻറ്റു എൽ ഇൻറ്റു എച്ച് ക്യൂബ് റൂട്ട് എച്ച് ക്യൂബാണ്. റൂട്ട് എച്ച് ക്യൂബ് എന്ന് വെച്ചാൽ റൂട്ട് എക്സ് എന്ന് വെച്ചാൽ എക്സ് റേസ്റ്റ് 1/2 ആണ്. അതേപോലെ റൂട്ട് ഓഫ് എച്ച് ക്യൂബ് എന്ന് വെച്ചാൽ എച്ച് ക്യൂബ് ഓൾ റേസ്റ്റ് 1/2. എന്താ എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഫോർമാറ്റാണ്. എ റേസ് ടു എം ഇൻറ്റു എൻ എന്ത് കിട്ടും ക്യൂ മാക്സ് ഈസ് ഈക്വൽ ടു 1.705 ഇൻറ്റു സി ഡി ഇൻറ്റു എൽ ഇൻറ്റു എച്ച് റേസ് ടു 3/2 കിട്ടും. ഇതാണ് മാക്സിമം ഡിസ്ചാർജ് ഓവർ ബ്രോഡ് ക്രസ്റ്റഡ് വിയറിൻ്റെ ഫോർമുല. അടുത്ത ടോപ്പിക്ക് ഫ്ലോ ഓവർ സബ്മർജ്ഡ് വിയർ ഓർ ഡ്രൗണ്ട് വിയർ. വെൻ ദ ലിക്വിഡ് ലെവൽ ഓൺ ദ ഡിസ്ചാർജ് സൈഡ് ഈസ് എബോവ് വിയർ ക്രസ്റ്റ് ദ വിയർ ഈസ് കോൾഡ് സബ്മർജ്ഡ് ഓർ ഡ്രൗണ്ട് വിയർ. ഇതാണ് വിയർ ക്രസ്റ്റ്. അതിൻ്റെ ഡിസ്ചാർജ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം സൈഡിലെ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ ആ വിയർ ക്രസ്റ്റിനെക്കാട്ടി മുകളിലാവുന്ന സമയത്ത്, അതായത് ഇവിടെ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലുണ്ട്. അതെന്താണ് ഈ വിയർ ക്രസ്റ്റിനെക്കാട്ടിയും ഹയർ ലെവലിലായില്ല. അത്തരം കേസിലാണ് എന്താ പറയുക സബ്മർജ്ഡ് വിയർ എന്ന് പറയൽ. അല്ലെങ്കിൽ എന്ത് പറയും ഇനി ഇവിടെയുള്ള വാട്ടർ ലെവൽ ഇവിടെയാണെങ്കിലോ ഇതാണ് വിയർ ക്രസ്റ്റിനെക്കാട്ടിയും ലോവർ ലെവലിലാണെങ്കിൽ അതിന് ഫ്രീ വിയർ എന്ന് പറയും. ഓക്കെ, സബ്മർജ്ഡ് വിയറിൻ്റെ കേസിൽ ഇവിടെയുള്ള വാട്ടർ ലെവൽ എന്ന് പറയുന്നത് വിയർ ക്രസ്റ്റിനെക്കാട്ടിയും എബോവ് ആയിരിക്കും. ഈ ഒരു കേസിൽ ടോട്ടൽ ഡിസ്ചാർജ് ഓവർ ദ വിയർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദ വിയർ ഇൻറ്റു 2 പാർട്സ്. ഒരു വിയറിനെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇതിൽ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയത് ദ പോർഷൻ ബിറ്റ്വീൻ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം വാട്ടർ സർഫസ് മേ ബി ട്രീറ്റഡ് ആസ് ഫ്രീ വിയർ ആൻഡ് പോർഷൻ ബിറ്റ്വീൻ ഡൗൺ സ്ട്രീം വാട്ടർ സർഫസ് ആൻഡ് ക്രസ്റ്റ് ഓഫ് വിയർ ആസ് ഡ്രൗണ്ട് ഒറിഫൈസ്. ഈ ഒരു പോർഷൻ നോക്കാം. ഇതാണ് അപ്സ്ട്രീം സൈഡ്, ഇതാണ് ഡൗൺ സ്ട്രീം സൈഡ്. അവിടെയുള്ള ഫ്രീ സർഫസ് എന്ന് പറഞ്ഞാൽ ഇത് ഡൗൺ സ്ട്രീം സൈഡിലെ ഫ്രീ സർഫസ്. ഫസ്റ്റ് പോർഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ നിന്ന് വന്നിട്ട് ഈ ഒരു ലൊക്കേഷനിൽ വരുന്ന ഈ ഒരു ഇത്ര പോർഷൻ മീൻസ് ഈ അപ്സ്ട്രീം സൈഡിലെ ഫ്രീ വാട്ടർ സർഫസ്, ഡൗൺ സ്ട്രീം സൈഡിലെ ഫ്രീ വാട്ടർ സർഫസ്, ഈ ഒരു റീജിയൻ അതെന്താണ് അതിന് ഈ ഒരു ഇത്ര ലൊക്കേഷൻ നോക്കിയാൽ പിന്നെ ഇതെന്താണ് ഫ്രീ ഡിസ്ചാർജിങ് വിയർ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇത്ര ലൊക്കേഷൻ മാത്രം നോക്കുന്ന സമയത്ത് ഈ ഒരു ലൊക്കേഷൻ മാത്രം നോക്കുന്ന സമയത്ത് ഒരു ഫ്രീ വിയർ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. അത് ഫസ്റ്റ് പാർട്ട്. പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ഒരു ലെവലിൽ നിന്ന് താഴെ ഈ ഒരു റീജിയൻ. ഓക്കെ, അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് ഡ്രൗണ്ട് ഒറിഫൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഈ ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് ഹെഡാണ്. ഇത് അപ്സ്ട്രീം സൈഡിലെ ഹെഡ് ഓവർ ക്രസ്റ്റ് ക്യാപിറ്റൽ എച്ച്. സ്മോൾ എച്ച് എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം സൈഡിലെ ഹെഡ് അല്ലെ ലെവൽ ഓഫ് വാട്ടർ എബോവ് ദി ക്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ത് വരും ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച് വരും. ഓക്കെ, ആ ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് ആ ഒരു ഹെഡിൽ ആക്ട് ചെയ്യുന്ന ഡ്രൗണ്ട് ഒറിഫൈസ് ആയിട്ടാണ് ഈ ഒരു സെക്കൻഡ് പോർഷൻ ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 2 പോർഷനാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ ഒരു പോർഷൻ ഇത്ര പോർഷൻ ഈ ഒരു ഫ്രീ സർഫസും ഈ ഒരു ഡൗൺ സ്ട്രീം സൈഡിലെ ഫ്രീ സർഫസിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു പോർഷൻ അതെന്തായിട്ട് പിന്നെ റൈറ്റ് സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് അത് ഫ്രീ വെയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു റീജിയൻ വരുന്നത് അതെന്തായിട്ടാണ് ഡ്രൗണ്ട് ഒറിഫൈസ്, പിന്നെ വർക്കിംഗ് ഓവർ ഹെഡ് ഓഫ് എച്ച് മൈനസ് എച്ച്. ഇതാണ് 2 പോർഷനാക്കി ഡിവൈഡ് ചെയ്യുന്നത്. ഇനിയില്ല നൊട്ടേഷൻസ്. ക്യാപിറ്റൽ എച്ച് ഹൈറ്റ് ഓഫ് വാട്ടർ ഓൺ അപ്സ്ട്രീം സൈഡ് ഓവർ ദി ക്രസ്റ്റ് ഓഫ് വിയർ, ഇത് അപ്സ്ട്രീം സൈഡിലെ ഹെഡ്. അതുപോലെ സ്മോൾ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് വാട്ടർ ഓൺ ഡൗൺ സ്ട്രീം സൈഡ് ഓവർ ദി ക്രസ്റ്റ് ഓഫ് വിയർ. ഓക്കെ, ഹൈറ്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഹെഡ്. എൽ എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് വിയർ, ഇത് ഈ ഒരു ഡയറക്ഷനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് ലെങ്ത്ത് തൊട്ട് മുമ്പ് കണ്ടാൽ മതി.
പിന്നെ CD1 എന്ന് വെച്ചാൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ഫ്രീ വെയർ പോർഷൻ. ഫസ്റ്റത്തെ ഫ്രീ വെയർ പോർഷൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. C2 എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് സബ്മേർജ്ഡ് പോർഷൻ. ഇനി ഡിസ്ചാർജ് ഓവർ ഫ്രീ വെയർ പോർഷൻ അതെന്തായിട്ട് നമുക്ക് ആക്ട് ചെയ്യാം, അസ്യൂം ചെയ്യാം? റെക്റ്റാങ്കുലർ വിയർ, ഫ്രീ ഡിസ്ചാർജിങ് റെക്റ്റാങ്കുലർ വിയർ ആയിട്ട് അസ്യൂം ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഹെഡ് ശ്രദ്ധിക്കണം, ഇവിടെ ആക്ട് ചെയ്യുന്ന ഹെഡ് അന്നേരം എത്രയേ ഉള്ളൂ? ടോട്ടൽ എച്ച് ഇല്ല. നമ്മൾ ഫ്രീ ആയിട്ട് ആക്ട് ചെയ്യുന്ന വെച്ചാൽ ഇത്ര പേർ ലൊക്കേഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ ഒരു റീജിയൻ, ഈ ഒരു സർഫസിനും ഈ ഒരു സർഫസിനും ഇടയിൽ വരുന്ന ഈ ഒരു റീജിയൻ ഫ്രീ ഡിസ്ചാർജിങ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നു, അങ്ങനെ അസ്യൂം ചെയ്യുന്നു. ആ സമയത്ത് ഹെഡ് എത്രയേ വരുന്നുള്ളൂ? ഈ ഒരു ഹെഡ് H മൈനസ് H മാത്രമേ ഹെഡ് വരുന്നുള്ളൂ. ഓക്കെ, അതായത് Q1 = 2/3 CD1 × L × √2G × H1 മൈനസ് H⁻³ റെക്റ്റാങ്കുലർ വിയറിൻ്റെ ഡിസ്ചാർജ് ഇക്വേഷൻ്റെ ഹെഡ് ക്യാപിറ്റൽ H ഇല്ല, ഈ ഒരു പോർഷൻ മാത്രമേ ഫ്രീ വെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി ഡിസ്ചാർജ് ഓവർ സബ്മേർജ്ഡ് പോർഷൻ. ഈ ഒരു സബ്മേർജ്ഡ് പോർഷൻ്റെ ഡിസ്ചാർജ് അത് സബ്മേർജ്ഡ് ഒറിഫൈസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ CD × ഏരിയ ഓഫ് ഫ്ലോ × വെലോസിറ്റി. ഓക്കെ, CD × അവർ സബ്മേർജ്ഡ് പോർഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏരിയ ഓഫ് ഫ്ലോ എന്ത് വരും? അതിന് ഹൈറ്റ് H മാത്രമേ ഉള്ളൂ. H × ഈ ഒരു ഡയറക്ഷനിലുള്ള L, നേരത്തെ പറഞ്ഞ മാതിരി വാട്ടറിൻ്റെ ഹൈറ്റ് × ആ ഒരു ലെങ്ത്ത്, അതിൻ്റെ ഏരിയ അത് വന്നു. പിന്നെ വെലോസിറ്റി അത് റൗണ്ട് ഒറിഫൈസ് ആയിട്ടാണ് പറഞ്ഞത്. റൗണ്ട് ഒറിഫൈസ്, പിന്നെ ഒറിഫൈസിൽ ആക്ട് ചെയ്യുന്ന ഹെഡ് എന്ന് വെച്ചാൽ എന്താ വരുന്നത്? ഈ ഒരു ഹെഡ് തന്നെയാണ്. H- H ഹെഡിൽ ആക്ട് ചെയ്യുന്ന റൗണ്ട് ഒറിഫൈസ്. അതായത് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ത് വരും? √2G × ആ ഹെഡ് H- H. ഇതാണ് സബ്മേർജ്ഡ് പോർഷൻ്റെ ഇക്വേഷൻ വരുന്നത്. അതിൻ്റെ ടോട്ടൽ ഡിസ്ചാർജ് എന്തായിരിക്കും? ഫ്രീ പോർഷനിലെ ഡിസ്ചാർജ് പ്ലസ് സബ്മേർജ്ഡ് പോർഷനിലെ ഡിസ്ചാർജ്. Q = Q1 + Q2. ഇതാണ് ഇക്വേഷൻ വരുന്നത്. അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ബ്രോഡ് ക്രസ്റ്റഡ് വിയർ ഓഫ് 50 meter length has 50 centimeter height of water above its crest. Find the maximum discharge. Take CD = 0.60. Neglect velocity of approach. First part. In the second part, if the velocity of approach is to be taken into consideration, find the maximum discharge when the channel has a cross-sectional area of 50 m² on the upstream side. ഫസ്റ്റ് കേസിൽ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുന്നില്ല, മാക്സിമം ഡിസ്ചാർജാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ലെങ്ത് ഓഫ് വിയർ തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്, H തന്നിട്ടുണ്ട്, CD തന്നിട്ടുണ്ട്. മാക്സിമം ഡിസ്ചാർജ് നെഗ്ലക്റ്റിംഗ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1.705 CD × L × H⁻³ ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? CD വാല്യൂ അറിയാം, L 50, H 0.5. മാക്സിമം ഡിസ്ചാർജിൻ്റെ വാല്യൂ കിട്ടി. ഇനി വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം? വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കണം. അതങ്ങനെ കണ്ടുപിടിക്കുക? ഡിസ്ചാർജ് വിത്തൗട്ട് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ചാനൽ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ചാനൽ, ഫ്ലോക്ക് കറസ്പോണ്ടിങ് ഏരിയ. ഓക്കെ, അത് ചെയ്താൽ എന്ത് കിട്ടി? വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടി. പിന്നെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഹെഡ്, ഓക്കെ, VA²/2G കറസ്പോണ്ടിങ് ഹെഡ് കിട്ടും. പിന്നെ മാക്സിമം ഡിസ്ചാർജ് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. വെലോസിറ്റി അപ്രോച്ച് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഹെഡ് ഇക്വേഷനിൽ വരും എന്താ? 1.705 CD × L × HA + H⁻² - H⁻³². ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ 18.412 m³/s കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. The height of water on the upstream and downstream side of a submerged weir of 3 meter length are 20 cm and 10 cm respectively. If CD for free and drowned portions are 0.6 and 0.8 respectively, find the discharge over the weir. ഇതിൽ ഡ്രൗണ്ട് വിയർ അല്ലെങ്കിൽ സബ്മേർജ്ഡ് വിയർ ആണ്. അതിൻ്റെ വിയർ ലെങ്ത്ത് 3 meter. ഓക്കെ, L 3 meter. പിന്നെ അപ്സ്ട്രീം സൈഡിലെ ഹെഡ് ക്യാപിറ്റൽ H 20 cm, ഡൗൺ സ്ട്രീം സൈഡിലെ ഹെഡ് എത്രയാണ്? 10 cm അല്ല 0.1 meter. പിന്നെ CD1 എന്ന് പറയുന്നത് ഫ്രീ പോർഷൻ. ഫ്രീ പോർഷനിലൂടെയുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് CD1 0.6, പിന്നെ 0.8 CD2 സബ്മേർജ്ഡ് പോർഷനിലൂടെയുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. ഇതിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞാണ്. സം ഓഫ് ഡിസ്ചാർജ് ഓവർ ഫ്രീ പോർഷൻ ആൻഡ് ഡ്രൗണ്ട് പോർഷൻ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ഫ്രീ പോർഷൻ്റെ ഡിസ്ചാർജാണ്, ഇത് ഡ്രൗണ്ട് പോർഷൻ്റെ ഡിസ്ചാർജ് ഇക്വേഷനാണ്.
എല്ലാ വാല്യൂസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഡിസ്ചാർജ് എത്ര ആയിരുന്നു? 0.504 m³/s. Okay, with this class, the fourth module is completed.